ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കൽ വർക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഒരു സപ്ലൈ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കൂടാതെ ബെല്ലൈക്കണും ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് റേറ്റിംഗിൽ നമുക്കുണ്ടാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രൽ ഡയോഡ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ഞാനൊരു 8 വോൾട്ടിൻ്റെ സെൻട്രൽ ഡയോഡാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 225-400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരിട്ട് AC-യിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്ററാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു 220 മൈക്രോഫാരഡ് 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന 8 വോൾട്ടിൻ്റെ സെനർ ഡയോഡ്. നമുക്ക് പല വേരിയൻറ്റിലും ഇത് കിട്ടും. 8.2, 12 വോൾട്ട്, 6 വോൾട്ട്, 3 വോൾട്ട്, അങ്ങനെ പല റേറ്റിംഗിലും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1 മെഗാ ഓം 1 വാട്ടിൻ്റെ റെസിസ്റ്ററാണ്. ഇനി നമുക്കൊരു ബ്രിഡ്ജ് റെക്റ്റിഫയർ ഉണ്ടാക്കിയെടുക്കണം. അതിനായി IN 4007 ഡയോഡിൻ്റെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കണ്ട് മനസ്സിലാക്കാം. വരയുള്ള 2 ഭാഗങ്ങൾ തമ്മിൽ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരയില്ലാത്ത 2 ഭാഗങ്ങൾ തമ്മിലും ഞാൻ ഡയോഡിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് വരയുള്ളതും വരയില്ലാത്ത ഭാഗങ്ങളാണ്. അവിടേക്കാണ് നമ്മുടെ AC സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവ് സൈഡ്. അവിടേക്കാണ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. മറുവശമായ 2 ഡയോഡുകൾ വരയില്ലാത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. ബാക്കി 2 വശങ്ങളിലേക്കാണ് നമ്മുടെ 230 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 220 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അതിൻ്റെ വരയുള്ള ഭാഗമാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡും, ഓപ്പോസിറ്റ് സൈഡും അതിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സൈഡ് നമ്മുടെ ഡയോഡുകളുടെ 2 വരയുള്ള ഭാഗങ്ങളിലേക്ക് ആണ് കണക്ട് ചെയ്യേണ്ടത്. മറുവശം ഡയോഡുകളുടെ 2 വരയില്ലാത്ത ഭാഗത്തും കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബ്രിഡ്ജ് റെക്റ്റിഫയറിലേക്ക് നമ്മുടെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിക്കുന്നത് ഒരു 8 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ്. ഇതിൻ്റെ വരയുള്ള വശം നിങ്ങൾക്ക് കാണാം, ചെറിയൊരു ബ്ലാക്ക് മാർക്ക് കാണാം. ആ സൈഡാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. മറുവശം നമുക്ക് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. ഇപ്പോൾ വീഡിയോയിൽ കാണാം, ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് സൈഡിലേക്ക് ആ വരയുള്ള ഭാഗം കണക്ട് ചെയ്തു. മറുവശം നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് AC കപ്പാസിറ്ററിലേക്ക് ക്രോസ് ആയിട്ട് നമുക്ക് 1 മെഗാ ഓം 1 വാട്ടിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സോൾഡർ ചെയ്ത് വെച്ചു. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു വശം നമുക്ക് ബ്രിഡ്ജ് റെക്റ്റിഫയറിൻ്റെ വരയുള്ളതും വരയില്ലാത്തതുമായ ഭാഗങ്ങളിലേക്ക് ഒരു വശത്തേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ആ എൻഡിലേക്കാണ് നമ്മുടെ AC സപ്ലൈയുടെ ഒരു ലൈനും, ഈ എൻഡിലേക്കാണ് നമ്മുടെ AC സപ്ലൈയുടെ മറ്റൊരു ലൈനും കണക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 പിൻ കോഡ് വയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കണ്ട AC കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡിലേക്കും ബ്രിഡ്ജ് റെക്റ്റിഫയറിൻ്റെ വരയുള്ളതും വരയില്ലാത്ത മറ്റൊരു സൈഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന നെഗറ്റീവ് സൈഡിലേക്കും പോസിറ്റീവ് സൈഡിലേക്കും നമുക്ക് ഒരു വയറുകൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 2 വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് മാർക്കിംഗ് ഉള്ളത് പോസിറ്റീവ് സൈഡിലേക്കും സാധാ ഒരു വൈറ്റ് വയർ ഞാൻ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തു. മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നെഗറ്റീവ് പ്രോബ് ഒന്ന് കണക്ട് ചെയ്യാം. ഒന്ന് പ്ലഗ് ഇൻ ഓൺ ആക്കാം. നമുക്കൊരു 8 വോൾട്ട് കിട്ടുന്നുണ്ട്. ഒരു 7 സംതിങ് 8 വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് അനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു 8 വോൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമായ വോൾട്ടേജിലുള്ള സെനർ ഡയോഡുകൾ ലഭിക്കും. അപ്പോൾ സെനർ ഡയോഡിന് മാത്രം മാറ്റിയാൽ മതി. ബാക്കിയുള്ള കണക്ഷൻസൊക്കെ എല്ലാം സെയിം തന്നെയാണ്.
ഞാൻ അഡീഷണലായിട്ട് ഒരു 47K 1 വാട്ടിൻ്റെ റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. AC ലൈനിൽ നിന്ന് വരുന്ന ഭാഗത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കൺസീൽഡ് അല്ലാത്തതുകൊണ്ട് തൊടരുത്, കാരണം ഷോക്ക് അടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ബെല്ലൈക്കണും ഓൺ ചെയ്ത് വയ്ക്കുക.